ഹലോ, JEE മെയിൻ 2025 ട്രിഗണോമെട്രിയിൽ നിന്ന് ചോദിച്ചൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. ദി വാല്യൂ ഓഫ് സൈൻ 70 ഇൻറ്റു കോട്ട് 10 കോട്ട് 70 മൈനസ് 1 ഈസ്. ഓക്കെ, സൈൻ 70 ഇൻറ്റു കോട്ട് 10 ഡിഗ്രി ഇൻറ്റു കോട്ട് 70 ഡിഗ്രി മൈനസ് 1. ഫസ്റ്റ് നമുക്ക് സിംപ്ലി അറിയാവുന്നൊരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഈസി ആയിട്ട് നമുക്ക് അറിയാവുന്നൊരു ഇക്വേഷനാണ് ഇവിടെ. കോട്ട് 10 നമുക്ക് എന്തുപയോഗിക്കാം? കോട്ട് എക്സ് ഈക്വൽ ടു കോസ് എക്സ് ബൈ സൈൻ എക്സ്. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്കിവിടെ കോട്ട് 10 കോട്ട് 70 ഒന്ന് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ഇപ്പം എന്ത് വരും ഇവിടെ? ഈക്വൽ ടു സൈൻ 70 ഇൻറ്റു കോട്ട് 10 നമുക്ക് കോസ് 10 ബൈ സൈൻ 10 എന്ന് എഴുതാം, ഇൻറ്റു കോട്ട് 70 കോസ് 70 ബൈ സൈൻ 70 എന്ന് എഴുതാം, മൈനസ് 1. ഓക്കെ അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഈക്വൽ ടു സൈൻ 70 ഇൻറ്റു കോസ് 10 കോസ് 70 മൈനസ് സൈൻ 10 സൈൻ 70 ഓൾ ഡിവൈഡഡ് ബൈ സൈൻ 10 സൈൻ 70. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്കിത് ഈ സൈൻ 70യെയും ഈ സൈൻ 70 എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഈസി ആയിട്ട് നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ട്, നമുക്ക് അറിയാവുന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. എന്താണ് ഇവിടെ? കോസ് എക്സ് കോസ് വൈ മൈനസ് സൈൻ എക്സ് സൈൻ വൈ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? കോസ് എക്സ് പ്ലസ് വൈ കോസ് എക്സ് പ്ലസ് വൈ. അങ്ങനെയാണെങ്കിൽ ഇവിടെ കോസ് 10 കോസ് 70 മൈനസ് സൈൻ 10 സൈൻ 70 നമുക്ക് എങ്ങനെ എഴുതാം? കോസ് 10 പ്ലസ് 70 എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ സൈൻ 10 ഈക്വൽ ടു കോസ് 80 ബൈ സൈൻ 10. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ എന്താണ്? അടുത്ത നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ മേളിൽ കോസ് ആണ്, താഴെ എന്താണ്? സൈൻ ആണ്. അപ്പോൾ ഈ കോസും സൈനും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഇക്വേഷൻ നമുക്ക് എഴുതണം. നമ്മൾ പഠിച്ച ഇക്വേഷൻ ഉണ്ട്, എന്താണ്? കോസ് എക്സിനെ നമുക്ക് സൈൻ 90 മൈനസ് എക്സ് എന്ന് എഴുതാമല്ലോ. അല്ലെങ്കിൽ നമുക്ക് വേറെ എങ്ങനെ എഴുതാം? സൈൻ π/2 മൈനസ് എക്സ് നമ്മൾ പഠിച്ച ഇക്വേഷനാണ്. അപ്പോൾ നമുക്കിവിടെ കോസ് 80 നോക്കിയേ. കോസ് 80 ഞാൻ സൈൻ 90 മൈനസ് 80 എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ സൈൻ 10. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് വരും? സൈൻ 90 മൈനസ് 80 എന്താണ്? 10 ആണ്. സൈൻ 10 ബൈ സൈൻ 10 എന്ന് വരും. രണ്ടും കൂടി കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും? ഈക്വൽ ടു 1. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. JEE മെയിൻ 2025 ചോദിച്ച JEE മെയിനിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ എന്താണ് ഈസി ആയിട്ടുള്ള ഫോർമുലാസും കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചാൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് അല്ലേ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ JEE മെയിനിൽ വരും. ഓക്കെ.